നാഴികൾ താണ്ടി നടന്നിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ വേണ്ടി അവർ പ്രവർത്തിച്ചത്. ബഹുമാനപ്പെട്ട CH മുസ്ലിയാർ പോലെയുള്ള ആൾക്കാരും വളരെ സജീവമായ രംഗത്തിറങ്ങി പ്രവർത്തിച്ചു. അങ്ങനെയാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് ഫിത്നയുടെ ലോകമാണ്. എന്ന് പറഞ്ഞപ്പോൾ തന്നെ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, അത് ഏത് കിതാബിലാ പറഞ്ഞത്? അപ്പം ബാഫിക്കത്തങ്ങൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇത് കച്ചറുണ്ടാക്കണ്ട, ഞാനൊരു മസല വെച്ച് നിങ്ങൾ രണ്ടാളും അവിടെ ഇരിക്കും. ജാമിയ നൂരിയക്ക് വേണ്ടി സംഭാവനക്ക് കൊടുക്കാൻ മൂപ്പരുടെ കയ്യിൽ കാശൊന്നുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രജിസ്ട്രേഷന് വേണ്ടി അക്കാലത്ത് 500 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചെലവുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. സമസ്തയുടെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ തീരുമാനങ്ങളെയൊക്കെ പരസ്യമായും എതിർത്തുമൊക്കെ നടക്കുക, ഇത് നമ്മളുടെ ആഖിബത്ത് തന്നെ മോശമാകാൻ ഒരു കാരണമാകും. ഫിഖ് മസ്അലയിൽ സംശയം ഉണ്ടായ തഫാസീറുടെ നോക്കൽ, കണ്ണിൽ കരട് കൊണ്ട് അതുബുല്ല ഊതൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1925 പേര് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെടും. പിന്നീട് 1926 അത് ഒന്നുകൂടി വിപുലീകരിച്ചുകൊണ്ട് ഒരു പുനഃസംഘടന നടത്തി. അന്നാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അതിൻ്റെ അധ്യക്ഷനും, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ, ഇവർ രണ്ടാളും ഉപാധ്യക്ഷന്മാരും ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് 25 കൊല്ലക്കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം ആദർശ രംഗത്ത് മാത്രമായിരുന്നു. അതിനുവേണ്ടി സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ ഇത് സംഘടിപ്പിക്കുക, അതൊക്കെ കാൽനടയായി നടന്ന് പോയി അവിടെയൊക്കെ പോവുക, പ്രസംഗിക്കുക. അന്ന് ഇന്നേ പോലെയുള്ള വാഹന സൗകര്യങ്ങളൊന്നുമില്ല, നടന്ന് തന്നെ പോകണം. അങ്ങനെ കിലോമീറ്ററുകൾ, അന്ന് കിലോമീറ്ററുമില്ല, അന്ന് നാഴികകളാണ്. നാഴികൾ താണ്ടി നടന്നിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ വേണ്ടി അവർ പ്രവർത്തിച്ചത്. 25 വയസ്സ് സമസ്തക്ക് പൂർത്തിയായപ്പോഴാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പിറവിയെടുക്കുന്നത്. അതുവരെ ഒരു മദ്രസ സിസ്റ്റത്തിൽ ഒരു വ്യവസ്ഥാപിതമായി മതപഠനം നടത്തപ്പെടുന്ന സമ്പ്രദായം ഈ കേരളത്തിലില്ല എന്ന് മാത്രമല്ല, ലോകത്തിനില്ല എന്ന് പറയാം. ഇപ്പോഴും കേരളത്തിൻ്റെ പുറത്തു പോയാൽ ഇപ്പോഴത്തെയും അവസ്ഥ ഏറെക്കുറെ അങ്ങനെ തന്നെയാണുള്ളത്. അങ്ങനെ 25ാമത്തെ വർഷം വടകരയിൽ വെച്ച് കൂടിയ സമസ്തയുടെ സമ്മേളനത്തിലാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് ശിലയിടപ്പെടുന്നത്. അങ്ങനെ വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിക്കപ്പെട്ടുവെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യമാത്ര പ്രസക്തമായ ഒന്നും നടന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാളക്കുളം പൂപ്പറമ്പ് പള്ളിയിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ ഒരു മുഷാവറ കൂടുകയും ആ മുഷാവറയിൽ വെച്ചു വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനത്തിനെ പറ്റി ചർച്ച ചെയ്യുകയും അതിൻ്റെ പ്രവർത്തനം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഏത് പ്രവർത്തനം നടത്തണമെങ്കിലും അതിനൊക്കെ സാമ്പത്തികം അനിവാര്യമാണ്, അപ്പോൾ സാമ്പത്തികം എങ്ങനെ കാണും എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ എല്ലാ മുഷാവറ മെമ്പർമാരും ഓരോ രൂപ വിദ്യാഭ്യാസ ബോർഡിന് സംഭാവനയായി നൽകുക എന്ന് തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം മുഷാവറ മെമ്പർമാരിൽ നിന്ന് 17 രൂപയാണ് അന്ന് ലഭിച്ചത്. ബാക്കിയുള്ളവർ 1 രൂപ കൊടുക്കാൻ സാമ്പത്തികമായി കഴിവില്ലാത്തത് കൊണ്ട് അവർ കൊടുത്തിട്ടില്ല. 17 പേര് 1 രൂപ കൊടുത്തു. അപ്പം അന്ന് 1 രൂപ എടുക്കാൻ പോലെ കഴിവില്ലാത്ത, സാമ്പത്തികമായി അത്രയും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരായിരുന്നു മുഷാവറയുടെ മെമ്പർമാർ എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്. അങ്ങനെ
പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ബാരി നവ്വറല്ലാഹു മർഖദ 25 രൂപയും തൻ്റെ ഭാര്യ സഹോദരനായ കുഞ്ഞമ്മദ് ഹാജി അയാൾ ഒരു സൗഹാർദ്ദ പ്രതിനിധിയായി പങ്കെടുത്തതായിരുന്നു. അദ്ദേഹം 5 രൂപയും, അങ്ങനെ 25ഉം 5ഉം 30ഉം 10ഉം 47 രൂപയാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മൂലധനം. പിന്നീട് കൊയിലാണ്ടിയിൽ വെച്ചു ബഹുമാനപ്പെട്ട ബാഫയ്ക്ക് തങ്ങൾ ഒരു പ്രഭാഷണം സംഘടിപ്പിച്ചു. അതിൽ പിരിഞ്ഞു കിട്ടിയ സംഖ്യ വിദ്യാഭ്യാസ ബോർഡിന് നൽകി. അതേപോലെ വയനാട് തരുവണയിൽ ഒരു മതപ്രസംഗം സംഘടിപ്പിച്ചു. അതിൽ നിന്നും എന്തോ ചില്ലറ കാശുകൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300 രൂപ മറ്റോ ആണ് കിട്ടിയത്. ഇതായിരുന്നു സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മൂലധനം. അങ്ങനെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മദ്രസകൾ അംഗീകരിക്കാൻ നാട്ടിൽ പലരും തയ്യാറായിരുന്നില്ല. അങ്ങനെ പല കമ്മിറ്റിക്കാരെയും കാരണവന്മാരെയും ഒക്കെ സമസ്തയുടെ നേതാക്കന്മാർ നേരിൽ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അതിൽ വളരെയേറെ പങ്കുവഹിച്ചത് ബഹുമാനപ്പെട്ട ഉസ്മാൻ സാഹിബ് അവറുകളാണ്. അദ്ദേഹം ഈ ഊര് ചുറ്റി നടന്ന് ഓരോ കമ്മിറ്റിയെ കണ്ട് സംസാരിക്കുമ്പോൾ അവരെ അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ പോന്നാൽ പറയും നമ്മളെ മദ്രസയിൽ നിന്ന് സമസ്തയ്ക്ക് നമ്മൾ വിൽക്കുക. അപ്പം അന്ന് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ സമസ്തക്ക് വിൽക്കുക എന്ന് വരെ മനസ്സിലാക്കിയ കൗമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുസ്ലിയാർ പോലെയുള്ള ആൾക്കാരും വളരെ സജീവമായ രംഗത്തിറങ്ങി പ്രവർത്തിച്ചു. അങ്ങനെയാണ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് ആദ്യം ഒരു 10 മദ്രസയുടെ അംഗീകാരമായപ്പോൾ വളരെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 10 മദ്രസക്ക് അംഗീകാരം നൽകി എന്ന് പറഞ്ഞ് പല സ്ഥലത്തുനിന്നും അവർ വലിയ കാര്യമായി പ്രസംഗം നടത്തപ്പെടുകയൊക്കെ ചെയ്ത കാലഘട്ടമായിരുന്നു. അങ്ങനെ വളർന്നാണ് ഇന്ന് 10,000-ലേറെ 11,000-ഓളം മദ്രസകൾക്ക് വിദ്യാഭ്യാസ ബോർഡ് അംഗീകാരം നൽകി. ഈ കഴിഞ്ഞ എക്സിക്യൂട്ടീവിലും 11 മദ്രസകൾക്ക് അംഗീകാരം നൽകി പ്രവർത്തനം നടക്കുന്നു. ആദ്യകാലത്ത് വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാഠപുസ്തകങ്ങളൊക്കെ ബഹുമാനപ്പെട്ട പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളായിരുന്നു. അത് പുസ്തകം അദ്ദേഹത്തിൻ്റേത് തന്നെ. അത് വിലക്ക് വാങ്ങി വിദ്യാഭ്യാസ ബോർഡ് നൽകുന്നു എന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അതൊക്കെ മാറി വിദ്യാഭ്യാസ ബോർഡിന് തന്നെ സ്വന്തം പാഠപുസ്തകങ്ങളും ഒക്കെയായി ഇന്ന് ഒരു വലിയ നിലവാരത്തിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് വിദ്യാഭ്യാസ ബോർഡിനോട് കടപിടിക്കുന്ന ഒരു സ്ഥാപനം ഇല്ല എന്ന് തന്നെ പറയാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ബാരി ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞ സംഭവങ്ങളാണ്. പിന്നീട് ജാമിയ നൂരിയ വന്നു, SYS ഉണ്ടായി, മറ്റ് എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ശേഷം ഉണ്ടായ പ്രവർത്തനങ്ങളാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ഉസ്താദിന് മുഷാവറയിലൊക്കെ പങ്കെടുക്കാനൊക്കെ പ്രായാധിക്യം കൊണ്ടും 1944 ഒരു വളരെ മാരകമായ ഒരു രോഗം, ഒരു രക്തവാതം, എല്ലാവരും നിരാശപ്പെട്ട ഒരു രോഗം. എന്തായാലും അദ്ദേഹം ഇതിൽ രക്ഷപ്പെടൂല എന്ന് എല്ലാവരും വിധി എഴുതിയത്. അങ്ങനെ ആ രോഗകാലത്ത് ബഹുമാനപ്പെട്ട കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നു. അപ്പം ചിലപ്പോഴെല്ലാം കുത്തുബി എഴുതുന്ന ലെറ്ററുകളിൽ ഉസ്താദ് എന്ന ഒരു പദം എഴുതാറുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഞാൻ ചോദിച്ചു, എന്താ ഈ ഉസ്താദ് എന്ന് എഴുതിയത്? ഇന്നിപ്പോൾ വ്യാപകമായി ഉസ്താദ് എന്നൊരു പ്രയോഗമുണ്ട്. അന്ന് ശരിയായ നേരിട്ട ഉസ്താദുമാരെ പറ്റി മാത്രമേ ഉസ്താദ് എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഈ ഉസ്താദ് എന്ന് പറയാൻ എന്താ കാരണം? അപ്പം ഞങ്ങൾ 2 പേരും തലക്കുളത്തൂർ ഓതിയിരുന്നു, അവരെ കുത്തുബിയും അബ്ദുൽ ബാരി ഉസ്താദും. അന്ന് കുത്തുബി ഏതോ ഒരു കിതാബ്
അബ്ദുൽ ബാരി ഉസ്താദിനെ കൊണ്ട് ഓതിയിട്ടുണ്ട്. അന്നിലക്കാണ് ഈ ഉസ്താദ് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അന്ന് ഉസ്താദിനെ കാണാൻ വേണ്ടി കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അന്ന് എടരിക്കോട് നിന്ന് നടക്കലില്ലാതെ വേറെ യാതൊരു മാർഗവും പറമ്പിലേക്ക് എത്താനില്ല. അപ്പം അങ്ങനെ മൂപ്പര് വരുന്ന ദിവസം ഉസ്താദ് മൂപ്പരെ മഞ്ചല കൊടുത്തയച്ചു, മൂപ്പരൊക്കെ ഇങ്ങോട്ട് പോരാൻ വേണ്ടി. അങ്ങനെ മൂപ്പര് എടരിക്കോട് വന്ന് ബസ്സിറങ്ങി. അവർ മഞ്ചലക്കാരി ചെന്നപ്പം പറഞ്ഞു, ഇതാരാ മഞ്ചല വെച്ചു, അബ്ദുൽ ബാരി ഉസ്താദിൻ്റെതാണ്. അപ്പോൾ കുത്തുബി പറഞ്ഞു, അതിൽ കയറിയിട്ട് ഞാൻ പോരൂല, അതെൻ്റെ ഉസ്താദിൻ്റെ മഞ്ചലയാണ്, അതിൽ ഞാൻ കയറുക എന്ന് പറഞ്ഞത് ശരിയല്ല, അതുകൊണ്ട് നമുക്ക് നടന്നു തന്നെ പോകാം എന്നും പറഞ്ഞ് മൂപ്പരും നടന്നു തന്നെ പോന്നു. ഇവിടെ വന്ന് മൂപ്പരൊക്കെ കണ്ടതിന് ശേഷം കുത്തുബി ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോൾ അബ്ദുൽ ബാരി ഉസ്താദിന് ആമീൻ പറഞ്ഞില്ല. ഞാൻ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യാറില്ല, മരിക്കാൻ ദ്വാരക്കൽ കറാഹത്തായതുകൊണ്ട് മരിക്കാനും ദ്വാരക്കലില്ല. ഏതായാലും ഈ ലോകത്ത് ഒരു സെക്കൻഡ് സമയം പോലും താമസിക്കാൻ എനിക്ക് ആഗ്രഹമില്ല, ഇത് ഫിത്നയുടെ ലോകമാണ്. 1944 ഈ സംഭവം. അന്നാണ് ഇത് ഫിത്നയുടെ ലോകം എന്ന് പറഞ്ഞത്. അപ്പോൾ 1924 അവർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ ലോകത്തെക്കുറിച്ച് എന്തായിരിക്കും അവരൊക്കെ പറയുക എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുകയില്ല. അങ്ങനെ പിന്നെ മുഷാവറക്ക് പോകലൊക്കെ വളരെ കുറവായിരുന്നു. എന്നാൽ മുഷാവറക്ക് മൂപ്പർ പോകുന്നില്ലെങ്കിൽ മൂപ്പര് ലെറ്റർ കൊടുത്തയക്കും, ലീവ് ലെറ്റർ കൊടുത്തയക്കാത്ത ഒരൊറ്റ യോഗം ഉണ്ടാവില്ല. എന്നാൽ പലപ്പോഴും ഈ ലീവ് ലെറ്റർ കൊണ്ടുപോയിരുന്നു ഞാൻ. ജാമിയ നൂരിയയുടെ തുടക്കത്തെക്കുറിച്ചു ചർച്ച ചെയ്യാനുള്ള യോഗത്തിൽ അന്ന് മൂപ്പരും നിർബന്ധമായി എന്തായാലും വരണം എന്ന് മറ്റുള്ളവരൊക്കെ ആവശ്യപ്പെട്ടതനുസരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദും പോയിരുന്നു. അന്ന് അവിടെ ഒരു മസ്ജിദയുടെ ഒരു തുറക്കം വന്നു. ആ മൂപ്പര് വാഫക്കത്തങ്ങളെ പാണ്ഡ്യാലിൻ്റെ മുകളിലാണ് യോഗം. മൂപ്പര് അവരുടെ കട്ടിലുണ്ട്, ആ കട്ടിലുമ്പോൾ കിടക്കുകയാണ്, ബാക്കിയുള്ളവരൊക്കെ പുറത്ത് ഇരിക്കുകയാണ്. അങ്ങനെ മുഷാവറ ആരംഭിക്കുന്നതിന് മുൻപ് ബാഫക്കത്തങ്ങൾ ഒരു മസ്ജിദ് ചോദിച്ചു, അഹ്നാഫിനെ തുടർന്ന് നിസ്കരിച്ചാൽ ജമാഅത്തിൻ്റെ കൂലി കിട്ടുമോ? അപ്പോൾ ചോദിച്ചാൽ എന്നെ പൊതുവിലാണ് തങ്ങൾ ചോദിച്ച്, ഒരാൾ അപ്പോൾ പ്രത്യേകമല്ല. അപ്പോൾ മുഷാവറയിൽപ്പെട്ട ഒരാൾ പറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, അത് ഏത് കിതാബിലാണ് പറഞ്ഞത്? അപ്പോൾ ത്വയ്ഫയിലുണ്ട് എന്ന് പറഞ്ഞു. ത്വയ്ഫയിൽ അങ്ങനെ കറുത്ത മഷി കൊണ്ട് എഴുതിയത് കാണിച്ചു തരാൻ കഴിയുമോ? അപ്പം ബാഫക്കത്തങ്ങൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ ഇനി കച്ചറുണ്ടാക്കണ്ട, ഞാനൊരു മസാല വെച്ച് നിങ്ങൾ രണ്ടാളും അവിടെ ഇരിക്കി, എന്നിട്ട് മസാല ഞാൻ ആരോടെങ്കിലും ചോദിച്ച് പഠിച്ചുകൊണ്ട്. അപ്പം രണ്ടാളും ഇരുന്ന് കണ്ണിയത്ത് അപ്പം തന്നെ ഉടനെ നീച്ചിട്ട് ചോദിച്ചു, ഇവിടുന്ന് തീരാത്ത ഒരു മസാല തർക്കം എവിടെ പോയിട്ടാണ് ഇനി തങ്ങൾ തീർക്കാൻ കണ്ടത്? ഇത് സമസ്തയുടെ മുഷാവറ യോഗമാണ്. പ്രഗത്ഭരായ കേരളത്തിലുള്ള പ്രഗത്ഭരായ 40 ഉലമാക്കളാണ് ഇവിടെ കൂടിയത്. ഇവിടുന്ന് തീരാത്ത ഒരു പ്രശ്നം, ഒരു മസാല ഇനി എവിടെ പോയിട്ടാണ് തങ്ങൾ തീർക്കാൻ കണ്ടത്? അപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ അതിനൊക്കെ തീർപ്പ് കലിക്കാൻ ആളുണ്ട്. അതിൽപ്പെട്ട മുഹക്കിക്കും മുദക്കിക്കുമായ ഉഹറവിയായ ആലിമാണ് നമ്മളുടെ പ്രസിഡന്റ്. അതുകൊണ്ട് തീരുമാനം പ്രസിഡന്റ് പറയട്ടെ എന്ന് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു. അപ്പം ഉസ്താദ് ഇതൊക്കെ കേട്ടൊക്കെ ചിരിച്ചുകൊണ്ട് കിടക്കുക. മൂപ്പരോട് ജയിച്ചിരുന്നു, അഹ്നാഫിനെ തുറന്നാൽ ജമാഅത്തിൻ്റെ കൂലി കിട്ടൂല, തലബ് സാക്കത്താകുള്ളൂ എന്ന് മൂപ്പര് മറുപടി പറഞ്ഞു. അപ്പം അക്കാലത്ത് തന്നെ നമ്മളെ കണ്ണിയത്തൊക്കെ മൂപ്പരെ സംബന്ധിച്ച് മനസ്സിലാക്കിയ കാര്യം ഓർമ്മയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അതിന് ശേഷം ജാമിയ നൂരിയക്ക് വേണ്ടി സംഭാവനക്ക് കൊടുക്കാൻ മൂപ്പരുടെ കയ്യിൽ കാശൊന്നുമില്ല, സ്വത്തില്ല, ഉള്ള സ്വത്തെല്ലാം വഖഫാണ്. വഖഫ് അല്ലാത്തത് അവകാശികൾക്ക് മൂപ്പര് ജീവിച്ചിരിക്കുമ്പം തന്നെ കൊടുത്തതാണ്. പിന്നെ മൂപ്പര് സ്വന്തം പേരിൽ സ്വത്തൊന്നുമില്ല, പിന്നെ കാശുമില്ല. അപ്പം അങ്ങനെയാണ് ജാമ്യക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ.
അങ്ങനെ 500 കോപ്പി സിയാവ് ശൈഖ് ഖൈരിയുടെ 500 കോപ്പി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ 500 കോപ്പി അതിന് ദാനമായി കൊടുത്തു. വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രവർത്തനത്തിന് മാത്രമല്ല, സമസ്തൻ്റെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പലപ്പോഴും മൂപ്പരവിടെ താമസിക്കലുണ്ട്. എന്നല്ല സ്ഥിരമായ താമസമൊന്നുമല്ല. എന്തെങ്കിലും ആവശ്യത്തിൽ വന്നാൽ ഇപ്പം ഇന്നത്തെ മാതിരി അന്ന് തന്നെ പോകാനൊന്നും കഴിയുമല്ലോ, ഒക്കെ നടന്നു പോകേണ്ട ഏർപ്പാടല്ലേ. അപ്പം ഇങ്ങോട്ട് നടന്നു വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അന്ന് തന്നെ തിരിച്ചു പോകാനൊന്നും കഴിയൂല. അപ്പം അവിടെ താമസിക്കും. അപ്പം ഭക്ഷണം വേറുള്ളതും ഒക്കെ മൂപ്പരാകെ അവിടുന്ന് കൊടുക്കും. പുതിയ തലമുറ ചെയ്യേണ്ടത് സമസ്തകളുടെ ജമീയത്തുലമയുടെ ആശയാദർശത്തിൽ ഉറച്ചുകൊണ്ട് സമസ്തയുടെ നിർദ്ദേശോപദേശങ്ങളൊക്കെ അനുസരിച്ച് മുമ്പോട്ട് നീങ്ങൽ മാത്രമാണ് ഇനിയുള്ള തലമുറക്കൊക്കെ വിജയിക്കാനുള്ള ഏക രക്ഷാകവചം. പിന്നെ അറിയാത്തവർക്ക് അറിവുള്ളവരോട് പിൻപറ്റൽ മാത്രമല്ലേ മാർഗമുള്ളൂ. ഇപ്പം തഖ്ലീദ് എന്ന് പറഞ്ഞാൽ ദലീല് അന്വേഷിക്കാതെ കാര്യങ്ങൾ സ്വീകരിക്കുന്നതിനാണ് ഇപ്പോൾ തഖ്ലീദ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ സമസ്തനെ തഖ്ലീദ് ചെയ്യല്ലെങ്കിലും അതേപോലെയാണല്ലേ നമ്മളെ പ്രവർത്തനം. അപ്പോൾ സമസ്തകളുടെ യമത്തിൽ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ചോദ്യം ചെയ്യപ്പെടാതെ ഇനി നമുക്ക് അഥവാ എന്തെങ്കിലും സംശയമുണ്ട് എന്നാൽ തന്നെയും അത് നേരിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച് മനസ്സിലാക്കിയല്ലാതെ സമസ്തയുടെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ തീരുമാനങ്ങളെയൊക്കെ പരസ്യമായും എതിർത്തുമൊക്കെ നടക്കുക, ഇത് നമ്മളുടെ ആഖിബത്ത് തന്നെ മോശമാകാൻ ഒരു കാരണമാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ചിലപ്പോൾ പറയും നമുക്ക് 4 കുട്ടികളെയും കൂടിയൊക്കെ എടുക്കണമുണ്ട് ആ ദർസിൽ പറയും. ഭാര്യയും വന്നാലും മൂപ്പര് എടുക്കൂല. പിന്നെ ചോദിച്ചാൽ പറയും ഓൻ ഓതാൻ പറ്റൂലടാ, വെറുതെ നമ്മളെന്തിനാ അതിന് ബുദ്ധിമുട്ടുക. ഞാനിവിടുന്ന് ഓതാൻ പോയത് അന്ന് പുരയിൽ ഒന്നും പറയാതെയാണ് പോണത്. പറഞ്ഞാൽ പോകാനും സമ്മതിക്കൂല. അപ്പം അങ്ങനെ പോകാനും പൈസയുമില്ല. അപ്പം ഇവിടെ അടുത്ത ഒരുത്തനൊരു എൻ്റെ പ്രായക്കാരനൊരുത്തനോട് ഇങ്ങനെ പറഞ്ഞു, നമ്മളിങ്ങനെ ഓതാൻ പോകാവും പറഞ്ഞ്. അപ്പം അങ്ങനെ ഫോൺ പറഞ്ഞ് ആയിക്കോട്ടെ ഞാനും പോരാ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ബസ്സിന് പൈസ ഒന്നുമില്ല, പൈസ എൻ്റെ കയ്യിലുണ്ട് പറഞ്ഞു. അങ്ങനെയാണ് അങ്ങോട്ട് പോണത്. അവിടെ ചെന്ന് മഗ്‌രിബിൻ്റെ അടുത്തായിരുന്നു ആൾ പുതുപ്പറമ്പ് പള്ളിയിലെത്തുമ്പോൾ. അന്ന് ഉസ്താദ് ഉള്ളത് മൂപ്പരെ താഴെ പുരയിലാണ് മഞ്ഞമാട്ടിൽ. അപ്പം അത് വന്നപ്പോൾ ആ വിവരം അതൊന്നും അറിയില്ല. അവിടെ പള്ളിയിൽ താമസിച്ച് രാത്രി മൂപ്പരെ പുരയിൽ തന്നെ പോയി കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിറ്റേന്ന് രാവിലെ ഞങ്ങളെ അരുവിക്കുട്ടിക്കാർ ഞങ്ങളെയും കൂട്ടി മൂപ്പരുടെ അടുത്തേക്ക് പോയി. അന്ന് 2ാമത്തെ ദിവസം അരുവിക്കുട്ടിക്കാരാണ് കൂലിയാട്. അങ്ങനെ അവിടെ ചെന്നവിടെ എന്നെ മൂപ്പര് ചോദിച്ചു, അരുവിക്കുട്ടി ഏതാ പേരുണ്ടാവുള്ളൂ ചോദിച്ചു. ഓല് ഓതാൻ വേണ്ടി വന്നതാണ്. അതിന് ഒരുത്തൻ കഴിഞ്ഞൊല്ലം എൻ്റെ അടുത്തുണ്ടായിരുന്നു, വെളയിൽ ഓതിയിരുന്നു. അപ്പോൾ മൂപ്പര് നോക്കിയിട്ട് പറഞ്ഞേ, ഇവർ 2 മൈനർമാരല്ലേ, അവരെങ്ങനെ നമ്മളെ ഏറ്റെടുക്കണമെങ്കിൽ രക്ഷിതാവ് വരണം, രക്ഷിതാവ് ഏൽപ്പിക്കണം. അപ്പം എനിക്ക് പേടിയായി, പഠിച്ചവന് ഇനിയിപ്പോൾ ഇവിടുന്ന് മടങ്ങേണ്ടി വരുമോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാണ് മുമ്പിൽ പറഞ്ഞു, ഇവനിപ്പം ഈ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് എടുക്കാം, മറ്റവനപ്പം ഇങ്ങനെ എടുക്കുക. ഓനോട് അവൻ്റെ വാപ്പനോട് വരാൻ വേണ്ടി കത്തയക്കും, ഒരു വാപ്പ വന്നിട്ട് ഏൽപ്പിക്കണം. പിന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടായി നമ്മൾ ഏറ്റെടുത്തിട്ടും കാര്യമൊന്നുമില്ല. ഓൻ കിതാബ് ഓതുമില്ല, അവൻ മല കയറുന്ന ആളാണ് മുമ്പ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനെ പറ്റി അതാ പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം പോലും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അത് തന്നെയായി. പിന്നെ തെങ്ങന്മാക്കാറിലും തേങ്ങ അരിശിലും കൊണ്ടുപോയി ബുക്കലും കിട്ടുന്നത് കക്കലും അങ്ങനെയൊക്കെ പാടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൽക്കൊക്കെ പന്ന് മുഖം കണ്ടാൽ തന്നെ തിരിയും, ബലം പറ്റൂല ഒക്കെ മൂപ്പര് വാപ്പയാണ്. പിന്നെ മൂപ്പരാണ് അവിടുത്തെ ആ ദിവസമൊക്കെ സ്ഥാപിച്ചതും. അപ്പോൾ അതിൻ്റെ പിന്നെ നമുക്ക് അങ്ങനെ കണ്ടും ഇതും കേട്ടൊന്നും ഇപ്പം ഒരു പരിചയമില്ലല്ലോ. വലിയ മഹാനായിരുന്നു എന്ന്
മൂപ്പരെന്നെ പറയാറുണ്ട്. അവർ അസുരനാട് ഇവിടെയാണ്, മറ്റേ പൊന്മളക്കോടൂർ. കോടൂരിൽ നിന്ന് മൂപ്പരെ പടുക്ക് ഖത്തീബും മുദരിസും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ മൂപ്പര് അവിടുന്ന് കല്യാണം കഴിച്ചു. പിന്നെ അവിടെ സ്ഥിരതാമസമായി. വലിയ തരീഖത്തിൻ്റെ ശൈഖൊക്കെ ആയിരുന്നു. പിന്നെ മരണം വരെ ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിക്കാത്ത മനുഷ്യനാണ്. മരിച്ച അന്ന് രാത്രിയിലത്തെ ഇശാ ഭാര്യനെ മൗമൂമത്താക്കി നിർത്തിയിട്ടാണ് നിസ്കരിച്ചത്. അത് പള്ളിക്കൊന്നും പോകാൻ കഴിയാതെ. പിന്നെ മൂപ്പര് തന്നെ അബ്ദുൽ ബാരി ഉസ്താദ് തന്നെ വാളക്കുളത്ത് ദർസ് തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടായാൽ ഉമ്മാനോട് വന്നിട്ടാണ് പറയുക. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഉപ്പാനോടൊന്ന് ചോദിക്കാൻ. നേരിട്ട് പോയി ചോദിക്കലില്ല. അപ്പോൾ ഉമ്മ എന്നിട്ട് പറയുമല്ലോ, മുഹമ്മദിന് എന്തോ ഒരു സംശയം ഉണ്ടല്ലോ. മൂപ്പര് മറുപടി, എൻ്റെ മുഹമ്മദിൻ്റെ സംശയം എന്നാ ഓൻ്റെ സംശയം തീരുന്നു? ഓൻ എത്ര കിതാബ് ഓടിയാണ്, ഓൻ ബില്ലൂര് പോയാണ്, ബിരുദം എടുത്തുകൊണ്ട് ഇപ്പോൾ ഓൻ്റെ അടുത്ത് 10-25 മൂല്യന്മാർ ഓതുന്നുണ്ട്. ഇനിയിപ്പോൾ ഓൻ്റെ സംശയം തീർന്നില്ല. അങ്ങോട്ട് വരാൻ പറയും അവനോട്. ചെന്നാൽ എന്താണോ സംശയം ചോദിച്ച, അത് ഇന്ന കിതാബിൽ ഇന്ന സ്ഥലത്തുണ്ട്, അതൊന്ന് പോയി നോക്കുവാണ്. അപ്പോൾ അത്ര വലിയ ഫായക്കായിരുന്നു നമുക്ക് ഷെയ്ഖ് അഹമ്മദ് കോയാമുട്ടി. അത് അബ്ദുൽ ഹാജി ഉസ്താദിന് സ്വഭാവമായിരുന്നു. ഞങ്ങളെന്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ മൂപ്പരും പറയില്ല. താക്കോലാ കുത്തുബാൻ്റെ പോയി നോക്കുക പറയും. അവനാൻ അധ്വാനിച്ചിട്ട് എന്തെങ്കിലും കിട്ടണം, എന്നെങ്കിൽ അതിനൊരു ബലം ഉണ്ടാവുള്ളൂ. ഒരു ദിവസം വേങ്ങര ഒരു കല്യാണ നിശ്ചയിച്ചിങ്ങന്ന് അവിടെ ഉണ്ടായിരുന്നൊരു അതിർമാൻകുട്ടിയോജി പറഞ്ഞിട്ട് ഒരാൾ. ഒരു പുതിയാപ്പള ദ്രമൂല്യരുടെ കൂടെയൊക്കെ നടന്ന് കുറേ പരീബായ മസലുകളൊക്കെ അറിയുന്ന ആളാണ്, സാധാരണക്കാരനാണ്. അപ്പോൾ മൂപ്പര് ഈ മൂല്യന്മാരൊക്കെ കൂടുന്നിടത്തുനിന്ന് എന്തെങ്കിലും ഒരു മസല എടുത്തുള്ളൂ. ആർക്കും മറുപടി അറിയാൻ കഴിയൂല. അപ്പം അങ്ങനെ ഇവിടുന്ന് ഈ കല്യാണ നിശ്ചയത്തിനൊന്ന് മൂപ്പര് ചോദിച്ചു, ഈ മകൻ കെട്ടിയ പെണ്ണ് അതിന് ഉപ്പാപ്പാക്ക് കെട്ടാൻ പറ്റുമോ? അപ്പോൾ ചിലർ പറഞ്ഞു അതിനിപ്പത്താ തരക്കേട്. ചിലർ പറഞ്ഞു പറ്റൂല. അപ്പോൾ ചിലവർ ബനൂന ബനു അബിനായിന ബനാത്തുന ബനൂഹുന്ന അബിനാവിൽ അക്കാലിബി അബായിലി ആ വ്യക്തിയല്ലി അങ്ങനെയൊക്കെ പലടി പിരിഞ്ഞു. ആരും ഒരു തീരുമാനമൊന്നും ആയില്ല. അങ്ങനെ ഞാൻ വന്ന് കണ്ട് ഉസ്താദിനോട് പറഞ്ഞു, അതെന്തേടാ മൂല്യന്മാരൊക്കെ പറഞ്ഞു വെച്ചു. അവരിങ്ങനൊക്കെ അഭിപ്രായം പറഞ്ഞു, അല്ലാതെ ഒരു തീരുമാനമൊന്നും ആയില്ല. അപ്പം എങ്ങനെയാണ് മസ്കര ഉള്ളത്? ഞാനന്ന് പുൽമീനെ പോകുന്ന കാലം. അപ്പം എന്നോട് പറഞ്ഞതാ താക്കോലതാ പോയി നോക്കുക. അങ്ങനെ ഞാൻ പോയി. അപ്പം എനിക്ക് തോന്നി ഏറ്റവും എളുപ്പപ്പോൾ തഫ്സീർ നോക്കലാണ്. വഹദായിലും അഭിനായിക്കുമില്ലതീനമിൻ അസ്ലാബിക്കും. ഇതിൻ്റെ തഫ്സീർ നോക്കിയപ്പോൾ വേഗം കിട്ടാൻ മതി വിചാരിച്ചു. അങ്ങനെ എനിക്ക് കഴിയുന്നതനുസരിച്ച് അവിടെയുള്ള തഫ്സീറുകളൊക്കെ എടുത്തുകൊണ്ട് നോക്കി. അപ്പം ഇതൊന്നും കാണുന്നില്ല. അങ്ങനെ ഞാൻ ഒത്തുപോകാനെ കൂട്ടി അടിയൊന്നു. എന്താണ് ഈ കണ്ടു വെച്ചില്ല. ഇതിപ്പോൾ എന്തേ നോക്കി വെച്ചു? ഞാൻ തഫാസീറും ഇന്നായി ഫിഖ് മസ്അലയിൽ സംശയം ഉണ്ടായ തഫാസീറാണ് നോക്കൽ. കണ്ണിൽ കരട് കൊണ്ട് ദുബുറില്ല ഊതൽ. പോയി ഫിഖിൻ്റെ കിതാബ് എടുത്തിട്ട് നോക്കുക. അങ്ങനെ പോയി ഞാൻ കുറേയൊക്കെ നോക്കി. 10 എല്ലാം അന്ന് നോക്കിയാലും തിരിയ മീൻ പോകുന്ന കാലമല്ലേ. ആരും നോക്കിയിട്ട് കണ്ടില്ല. പിന്നെയും വന്നു. അപ്പം എന്തൊക്കെയോ നോക്കി വെച്ചു. അപ്പം ഞാൻ നോക്കി കിതാബൊക്കെ പറഞ്ഞു. നജി പോയി കണ്ട് ആ തൊയ്ഫെടുത്തിട്ട് ആ ഷറവാനിയിലൊന്ന് നോക്ക്. ഷറവാനിൻ്റെ ഇടത്തെ പേജിൻ്റെ അടിയിലെ വരിയിലുണ്ട് ആ മസ്അല. പോയിട്ട് നോക്കുക. അങ്ങനെ 3-ാം വട്ടം പിന്നിപ്പോയി. അപ്പോൾ ഷറവാനി അവിടെ എഴുതിയിട്ടുണ്ട്, ഫത്തനബ്ബഇ ദാലിക ഫഇന്നഹാ ദഖീഖത്തുൻ ജിദ്ദാ. അപ്പോൾ ഈ പണിയൊക്കെ അന്ന് എടുപ്പിച്ചത് കൊണ്ടാണ് ആ ഇബാറത്തടക്കം ഇന്ന് ഓർമ്മയിലുള്ളത്. പിന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് വേണ്ടി അത്രയും കാശ് ചെലവാക്കിയ മറ്റാരും ഉണ്ടാവില്ല. ഒരുപാട് പൈസ സമസ്തക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ രജിസ്ട്രേഷന് വേണ്ടി അക്കാലത്ത്
500 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ചിലവുണ്ട് എന്ന് മൂപ്പര് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഒരു പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. കാരണം മുജാഹിദീങ്ങൾ അതിനെ എതിർത്തു, ഓരോ സംഘടനയാണ് പറഞ്ഞു. അപ്പോൾ നമ്മളെ സംഘടനക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് വന്നത്. അപ്പം അങ്ങനെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പേര് നൽകി അതിൻ്റെ രജിസ്ട്രേഷൻ പെട്ടെന്ന് നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്നത് നടത്താൻ വേണ്ടി അന്ന് 500 രൂപ സ്വന്തം കയ്യിൽ നിന്ന് ചിലവുണ്ട്. അപ്പം അങ്ങനെ സമസ്തനെ അങ്ങേയറ്റം സ്നേഹിച്ച് പോറ്റി വളർത്തിയ മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോട് കൂടെ അല്ലാഹു തആല നമ്മളെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മളുടെ എല്ലാ പാപവും അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.